KNM കായംകുളം മണ്ഡലം കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. KNM കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. വിവിധ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളും പൗരപ്രമുഖരും പങ്കെടുത്ത ഇഫ്താർ സംഗമം മാതൃകയായി. KNM സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് PT ഹക്കീമിന്റെ അധ്യക്ഷതയിൽ കൂടിയ സംഗമം KNM സംസ്ഥാന സെക്രട്ടറി എം സലാഹുദ്ദീൻ മദനി ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ ആക്ടിവിസ്റ്റും ജസ്റ്റിസ് ആൻഡ് പീസ് ഡയറക്ടറുമായ അംബുജാക്ഷൻ, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ബിഷപ്പ് ഡോക്ടർ ജോഷ മാർ ഇഗ്നാത്തിയോസ്, ദൈവം അനുവദിച്ചിടത്തോളം കാലം അനുവദിച്ചതായ ഭൂപ്രദേശങ്ങളിൽ വസിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെ നിന്നും ആരംഭിച്ചു അവിടെ തിരികെ എത്തിച്ചേരേണ്ടതാണ്. ഈ യാത്രയിൽ നാം ഒറ്റയ്ക്കല്ല. നമ്മെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മനുഷ്യരും ഒന്നിച്ചാണ് യാത്ര ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല, പല വിഭാഗങ്ങളായി നിങ്ങളെ ഈശ്വരൻ ആക്കിയിരിക്കുന്നത് നിങ്ങളുടെ കാര്യം മാത്രം നോക്കുവാനല്ല, നിങ്ങളെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം, മനുഷ്യരായി ജീവിക്കണം, മനുഷ്യത്വത്തോടെ ജീവിക്കണം. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ഈശ്വരൻ മനുഷ്യൻ്റെ മനസ്സിൽ വന്ന് ജനിക്കുന്നു. മനുഷ്യൻ മനുഷ്യനെ വെറുക്കുമ്പോൾ ഈശ്വര സാന്നിധ്യം മനുഷ്യ മനസ്സുകളിൽ മരിക്കുന്നു എന്ന് വയലാർ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതയാത്രയിൽ ഈ സാഹോദര്യത്തോടെ, സഹവർത്തിത്വത്തോടെ ഒന്നിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. അതിന് തടസ്സമായി നിൽക്കുന്നത് എന്തെല്ലാമാണെങ്കിലും അതിനെ മാറ്റിയെടുക്കുവാനുള്ള ഒരവസരമാണ് നോമ്പിൻ്റെ അവസരം. നോവും അൻപും ചേരുന്നതാണ് നോമ്പ് എന്ന് പറയുന്നത്. നമുക്ക് സ്വതസിദ്ധമായിട്ട് ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാൻ ഒക്കെയുള്ള അവസരമുണ്ടായിട്ടും ഈ നോമ്പ് കാലത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ എനിക്കിത് വേണ്ട എന്ന് പറയുവാനുള്ള ഒരു വിശാല മനസ്ഥിതി നാം കാത്തു സൂക്ഷിക്കുകയും അതിലൂടെ നമുക്ക് വരുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയിൽ ജീവിക്കുന്ന നാം ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ ആരും ഒന്നും കൊണ്ടുവന്നില്ല. ഈ ലോകത്തെ വിട്ട് പോകേണ്ടവരാണ്. പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും ആവില്ല. സമൂഹത്തിൻ്റെ ഇതര വിഭാഗത്തിൽപ്പെടുന്ന ജനവിഭാഗങ്ങളെ ഒന്നായി ചേർത്ത് പിടിച്ചുകൊണ്ടിട്ട് ഒരു രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തെ ആത്മാർത്ഥമായി പ്രശംസിക്കുവാനും അഭിനന്ദിക്കുവാനുമാണ് ഞാൻ ഈ അവസരം പ്രധാനമായും വിനിയോഗിക്കുന്നത്. നമുക്കറിയാം, ഈ രാജ്യത്ത് എന്ത് പോരായ്മകൾ ഉണ്ടായാലും ശരി തന്നെ, എന്ത് തെറ്റുകൾ തന്നെ സംഭവിച്ചാലും ശരി തന്നെ, അതിൻ്റെ പിന്നിൽ ഒരു മതവിഭാഗത്തെ ക്രൂശിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ആത്മസംയമനത്തോടു കൂടിയിട്ട് ഈ വിഷയങ്ങളെ നേരിടുകയും വികാരപരമായി അല്ലാതെ വിവേകത്തോടുകൂടി ഈ വിഷയങ്ങളെ നേരിട്ടുകൊണ്ടിട്ട് ഈ രാജ്യത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്ന ഈ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുക്തികണ്ഠം പ്രശംസിക്കുവാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതിനേക്കാൾ ഉപരിയായി മറ്റിതര സമുദായങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുകയും അത് നടത്തുന്ന അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടുന്ന പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ടിട്ടാണ് ഈ മുസ്ലിം സമുദായം ഇതുപോലെയുള്ള അവരുടെ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടിട്ട് മതപരമായിട്ടുള്ള അവരുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള പരിശ്രമം എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ കൗതുകത്തോടുകൂടി തന്നെ നോക്കിക്കാണുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ നമുക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി ഓർക്കാം. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ മഹത്തായ വചനങ്ങൾ. ശബരിമല മുൻ മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി, കായംകുളം മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ജലാലുദ്ദീൻ മൗലവി, KPCC എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് ഇ സമീർ, CPM ഏരിയ സെക്രട്ടറി
അബിൻ ഷാ, സ്പിന്നിംഗ് മിൽ ചെയർമാൻ എ മഹേന്ദ്രൻ, JDS സംസ്ഥാന സെക്രട്ടറി ജേക്കബ് ഉമ്മൻ, നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല, സാമൂഹ്യ നിരീക്ഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ആർ മനോഹരൻ, UDF ചെയർമാൻ എ ഇർഷാദ്, ജനകീയ സമരസമിതി കൺവീനർ ദിനേശ് ചന്ദ്ര, ജമാഅത്ത് കോർഡിനേഷൻ ചെയർമാൻ KK നൌഷാദ്, MES ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ഷാജഹാൻ, ജമാഅത്ത് ഇസ്ലാമി സെക്രട്ടറി Y ഇർഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. KNM മണ്ഡലം സെക്രട്ടറി അഷ്റഫ് വാഴപ്പള്ളി സ്വാഗതം പറഞ്ഞു. ISM മണ്ഡലം പ്രസിഡന്റ് റിയാസ് നന്ദി പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.